ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഇത്രയും നമ്മൾ കേട്ടത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധമല്ലാത്തൊരു വാക്യം ഞാൻ അടുത്ത് വായിക്കാൻ പോവുകയാണ്. അതിനടുത്തിരിക്കുന്നു 18-ാമത്തെ വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടുള്ളീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. വളരെ ദീർഘമായ ഒത്തിരി സമയമെടുത്ത് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ വായിച്ചത്. പക്ഷേ അതിലെല്ലാ ഭാഗങ്ങളും ഞാൻ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ ഒന്നാമതായി പറയുന്നുണ്ട്, ഈ കാലഘട്ടം സൂക്ഷിച്ച് ജീവിക്കേണ്ടതാണ്. 2, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. ഈ കാലഘട്ടം നമ്മൾ വിഡ്ഢികളായിട്ട് ജീവിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയെ മുന്നോട്ട് പോകരുത്. കാലങ്ങളെ വിവേചിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് സമയത്തിന് യോഗത്തിന് വരിക ഇതുമാത്രമല്ല, ഒത്തിരി സമയം പ്രാർത്ഥിക്കുക അതുമാത്രമല്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മാത്രമല്ല, പാട്ട് പാടാൻ മാത്രമല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ, മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചോണം. നമ്മുടെ പ്രസംഗം മാത്രമല്ല, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. സ്തോത്രം. പക്ഷെ എൻ്റെ വിഷയം അവിടെ ഒന്നുമല്ല. ഞാൻ അവിടുന്ന് 18-ാമത്തെ വാക്യത്തിലേക്ക്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഈ വാക്യത്തിനകത്തോട്ട് പരിശുദ്ധാത്മാവ് ഇത് കയറ്റിവെച്ചപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതേണ്ട കാര്യം എന്തുവാ? ഇവിടെ മദ്യപാനത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, ഇവിടെ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, പിന്നെ ഇങ്ങനൊരു കാര്യം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്തോത്രം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സ്തോത്രം. ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. വീഞ്ഞു കുടിച്ച് മത്താകും, മത്തായാൽ ദുഷ്പ്രവർത്തികൾ ഉണ്ടാകും. രണ്ടാമത് പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന് മുമ്പേ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാപിക്കാത്തവരും കാണാം. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ മതിയാവും. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവും അതിൻ്റെ പ്രവർത്തനങ്ങളും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ മതിയാവും. ഓക്സിജൻ ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകത്തില്ല. There is no option. അവിടെ ഒരു ചോയ്സ് ഇല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കലും പറയത്തില്ല, നിങ്ങൾ എന്നിൽ നിന്ന് പോയി കാത്തിരിക്കണം. സ്തോത്രം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർപ്പിക്കും. സ്തോത്രം. കാത്തിരിക്കണം. ഈ കാത്തിരിക്കുക എന്ന വാക്കിനകത്തൊരു കൺഫ്യൂഷൻ. എന്തുവാ കാത്തിരിപ്പ്? വെയിറ്റ് ആണോ? വെയിറ്റിംഗ് അല്ല. മലയാളത്തിൽ നമ്മൾ
ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇപ്പോൾ അടിച്ച് കാത്തിരിക്കുക എന്ന് അടിച്ചാൽ വെയിറ്റിംഗ് എന്നേ വരത്തുള്ളൂ. പക്ഷേ ആ കാത്തിരിപ്പല്ല ഇത്. സ്തോത്രം. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങളെ ക്രമീകരിക്കണം. സ്തോത്രം. അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. കാത്തിരിക്കുക. വെട്ടി മാറ്റേണ്ടതിനെ വെട്ടി മാറ്റണം, വേരോട് പറിക്കേണ്ടതിനെ പറിച്ച് കളയണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ കാത്തിരുന്നപ്പോൾ അവരുടെ മുന്നിൽ നിന്ന വലിയ നടുച്ചുവരുകളെ പറിച്ചു കളഞ്ഞു. ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ, ഞാനാണ് വലിയവൻ, എന്തോ കിട്ടും ഞങ്ങൾക്ക് എന്നുള്ള ചിന്തകളുമായിട്ടൊക്കെ ഒന്നിച്ചു കൂടിയിരുന്നവർ അവർ 10 ദിവസം ഓരോ ദിവസം ചെല്ലുന്തോറും അവരിൽ വേരോട് പറിച്ചു കളയേണ്ടതിന് അവർ പറിച്ചു കളഞ്ഞു, ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചു. 10-ാം ദിവസമായപ്പോൾ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അവരിലേക്ക് ഇറങ്ങി വന്നു. കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ വെട്ടി മാറ്റേണ്ടതിന്, ക്ലിയർ ആക്കേണ്ടതിന്, പറിച്ചു കളയേണ്ടതിന്, ക്ഷമ ചോദിക്കേണ്ട മണ്ഡലങ്ങളെ ക്ഷമ ചോദിക്കണം. യെശയ്യാപ്രവചനത്തിലൊരു വാക്യമുണ്ടെന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ. അവിടെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ കാത്തിരിപ്പ് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു പറവയുടെ കാര്യം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. കഴുകൻ. അതെന്തിനങ്ങനെ? കഴുകന്റെ കാത്തിരിപ്പ് മനസ്സിലാക്കിയാൽ എന്താണ് ഈ കാത്തിരിപ്പ് എന്ന് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴുകൻ 150 ദിവസം കാത്തിരിക്കും. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച്. ഇന്ന് ഗൂഗിളിൻ്റെ കാലഘട്ടമാണ്. ആർക്കും കള്ളമൊന്നും ഉണ്ടാക്കി പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു കഴുകൻ്റെ, ഒരു പരുന്തിൻ്റെ, ഈഗിളിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 40 വർഷമാണ്. 40 വർഷം കഴിഞ്ഞ് അത് മരിക്കും. പക്ഷേ ഒരു കഴുകന് 40ാമത്തെ വയസ്സിൽ മരിച്ചിട്ടില്ല. അതാ കാര്യം. അത് തീരുമാനിക്കും, എനിക്ക് 40ാമത്തെ വയസ്സിൽ മരിക്കണ്ട, എനിക്ക് 70ാമത്തെ വയസ്സിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് സ്വയം തീരുമാനിക്കുക. ഞാൻ 40 മരിക്കത്തില്ല, എനിക്ക് ചിലതുകൂടെ കാണണം. സ്തോത്രം. അതിന് കഴുകൻ വില കൊടുക്കും. അവൻ എന്താ ചെയ്യുന്നറിയാമോ? 38 വർഷം കഴിയുമ്പോൾ അവന് ചുണ്ടു വളയാൻ തുടങ്ങും. അവന് മൃഗം ഇരയെടുക്കാൻ കഴിയത്തില്ല, കടിച്ചു മുറിക്കാൻ കഴിയത്തില്ല. ഈ ചുണ്ടുകൾ വളഞ്ഞിട്ട് ഈ ചുണ്ടുകൾ കൊണ്ട് ഭക്ഷിക്കാൻ വയ്യാതെ ഇതിന്റെ ബലം ക്ഷയിക്കാൻ തുടങ്ങും, രോമങ്ങൾ കൊഴിയാൻ തുടങ്ങും, പറന്നുയരാൻ കഴിയുന്നില്ല. ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഇതിന് എത്രത്തോളം ഉയർന്നു പോകാൻ പറ്റുമോ അത്രത്തോളം ഉയർന്നു പൊങ്ങി പാറയുടെ ഇടുക്കിലേക്ക് കയറി അതിന്റെ ആ ചുണ്ട് ആ പാറയിൽ ഉരച്ച് ഷാർപ്പാക്കും. ഒന്നാമത് ചെയ്യുന്നു, അതിന്റെ ചുണ്ട് ആ പാറയിൽ ഉരച്ച് ഷാർപ്പാക്കും. അതിനുശേഷം അതിന്റെ രോമങ്ങൾ ഓരോന്നായി കൊത്തിപ്പറിക്കാൻ തുടങ്ങും. അതിന്റെ ഫെതേഴ്സ് കൊത്തിപ്പറിക്കാൻ തുടങ്ങും. വേദനയുള്ള കാര്യമാ. ചിലതൊക്കെ ചോര പൊടിയും. മുഴുവൻ കൊത്തിപ്പറിച്ചിട്ട് മാംസപിണ്ഡമായി മാറും. അതുകൊണ്ടും തീരുന്നില്ല. ആ മാംസപിണ്ഡമായ ആ കഴുകൻ ആ പാറയിൽ തൻ്റെ ശരീരം ഒരയ്ക്കും. സ്തോത്രം. ഒന്നും വേണ്ട, പഴയതൊന്നും എനിക്ക് വേണ്ട, ഞാൻ പുതിയതായി മാറുക. പഴയതൊന്നും വേണ്ട, ഞാൻ 40ാമത്തെ വയസ്സിൽ മരിക്കത്തില്ല, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ലോകം എന്തും എഴുതി വെക്കട്ടെ, മെഡിക്കൽ സയൻസ് എഴുതി വെക്കട്ടെ, ലോകരാജ്യങ്ങൾ എന്തും എഴുതി വെക്കട്ടെ, നിയമം എഴുതി വെക്കട്ടെ, നീ തീരുമാനിക്കണം നീ എപ്പം മരിക്കുമെന്നുള്ള കാര്യം. നിന്റെ ശുശ്രൂഷ നിന്റെ ബാക്കിയുണ്ടോ? വാക്തത്വം ബാക്കിയുണ്ടോ? അത് കാണാതെ അച്ചായ അമ്മാമേ നിങ്ങളുടെ കണ്ണടയത്തില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിന്റെ നാവിലുണ്ട് ജീവനും മരണവും. നീ പറയണം, ഇല്ല, ദൈവം എന്നേക്ക് നിയമിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് വരെ ഞാൻ ജീവിക്കും. സ്തോത്രം. ദൈവമക്കളെ, ഞങ്ങളൊക്കെ ഇത് ജീവിതത്തെ അനുഭവിച്ചിട്ടാ കർത്താവിനോട് നിൽക്കുന്നേ. നിങ്ങൾക്കെല്ലാം സാക്ഷിയൊക്കെ അറിയാമെന്നുള്ള ഞാൻ പറയുന്നില്ല. 21 വർഷം ബിസിനസ്സുകാരനായിരുന്നു ഞാൻ. 17 വർഷം ദുബൈയിൽ ബിസിനസ് ചെയ്ത മനുഷ്യനാണ് ഞാൻ. ദൈവമില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിച്ച് നിന്ന കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. പവർ വിഷൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ മുട്ടൻ ഗീവർഗീസിനെ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ മുട്ടൻ ഗീവർഗീസിൻ്റെ ഏറ്റവും മൂത്ത കൊച്ചുമോനാണ് ഞാൻ. എൻ്റെ പപ്പ പാസ്റ്ററാണ്. 56 വർഷമായിട്ട് IPCയിലെ പാസ്റ്ററാണ്. സ്തോത്രം. പക്ഷേ ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതിന് പകരം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, റിബല്യനായിപ്പോയി. എന്താ കാര്യം എന്നറിയാമോ? പിതാക്കന്മാർ പോഷത്വം കാണിച്ചു എന്നുള്ള ചിന്ത. എന്താ അവരെ കാണിച്ച പോഷത്വം അറിയാമോ? അവർക്കുള്ളത് മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്തു. മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രതിസ്വത്തില്ല.
ഒരാൾ വന്ന് ഓടുമേയാൻ പൈസ ഇല്ല, വീട് ചോർന്നൊലിക്കുമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പോകുന്നവരല്ലായിരുന്നു അവർ. അവർക്കുള്ളത് അവർക്ക് നൽകി വീടുമേയുമായിരുന്നു, ഓടിടുമായിരുന്നു, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു, വീട് വെച്ചു കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി? മക്കൾക്കും കൊച്ചുമക്കും പ്രതിസ്വത്തില്ലാതായി പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങൾക്ക് മേളിൽ സ്വത്ത് കർത്താവ് നൽകി തന്നു. ഹല്ലേലൂയ. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോയില്ല, ഞങ്ങളാരും ജോലിയില്ലാത്തവരായില്ല, ഞങ്ങളാരും വീടില്ലാത്തവരായില്ല. ലോകത്തിന്റെ രാജ്യം മുഴുവൻ കൊച്ചുമക്കളും മക്കളും ചെതറിപ്പാർക്കുന്നുണ്ട്. ആരും പട്ടിണി കിടക്കുന്നില്ല, ആർക്കും വീടില്ലാത്തവരില്ല. എന്താ കാര്യം എന്നറിയാമോ? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു പിതാക്കന്മാർ. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനെതിരെ റിബല്യനായി മാറി. അതിനെതിരെ പറഞ്ഞു, ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ദൈവമില്ലാത്തവനായി മാറി. പണമാണ് ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയൊരു കാലഘട്ടമുണ്ട്. അങ്ങനെയാണ് ദുബൈയുടെ മണ്ണിൽ ബിസിനസ് ആരംഭിച്ചു, കാശുണ്ടാക്കി, പ്രശസ്തി ഉണ്ടാക്കി, ദൈവമില്ലാത്തവനായി ജീവിച്ചു. ദൈവത്തിൻ്റെ പിടി വീണു. സ്തോത്രം. 12 വർഷം ദൈവമില്ലാത്തവനായി ജീവിച്ചു. ദൈവത്തിൻ്റെ പിടി വീണു. ആർക്കും രക്ഷിക്കാൻ വയ്യാത്ത രീതിയിൽ ആ ബിസിനസ്സിനെ ദൈവം അടിച്ച് തകർത്ത് അവിടുത്തെ ജയിലിലടച്ചു. ആ ജയിലിനകത്ത് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം സത്യമാണെങ്കിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. അന്ന് പ്രസംഗിച്ചപ്പോൾ യേശു ആ ജയിലിനകത്ത് ഇറങ്ങി വന്ന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ ആ ശബ്ദമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അന്നെടുത്ത തീരുമാനമാ എൻ്റെ യേശുവിനെ പ്രസംഗിക്കുക. അടച്ചിട്ടൊരു മുറിക്കകത്ത് മാത്രമല്ല, 2600 പബ്ലിക് മീറ്റിങ്ങുകളിൽ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളോട് പ്രസംഗിക്കാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. തെരിക്കോണകളിൽ നിന്ന് യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കി. ഇതിൽ കൂടുതൽ സന്തോഷം വേറൊന്നുമില്ല. യേശുവിനെ ഉയർത്തുക. കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും ബാങ്ക് ഡിപ്പോസിറ്റും ഉള്ള സമയത്ത് ഈ സന്തോഷം കാണത്തില്ല. പക്ഷേ യേശു നിന്റെ അകത്തുണ്ടോ, നീയാണ് ഭാഗ്യവാൻ, നീയാണ് ഭാഗ്യവതി. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ സന്തോഷം ആരെങ്കിലും പ്രാപിക്കാതിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു നിന്റെ കൂടെ ഇല്ല. യേശു അകത്ത് കയറിയാൽ ഒരു ശക്തി നിൽക്കത്തില്ല. വെളിച്ചം വ്യാപരിക്കുന്നിടത്ത് ഇരുട്ട് നിൽക്കുമോ? ഇരുട്ടിന്റെ ആക്ടിവിറ്റീസ് നിൽക്കുമോ? ഭയം നിൽക്കുമോ? സൂയിസൈഡ് നിൽക്കുമോ? ആത്മഹത്യ ചിന്തകൾ നിൽക്കുമോ? വെളിച്ചം വ്യാപരിക്കുമ്പോൾ ഇരുട്ട് ഓടിപ്പോകും. നിന്റെ ഹൃദയത്തിനകത്തോട്ട് യേശു ഇറങ്ങി വരുമ്പോൾ നിന്നെ അലട്ടുന്ന മൈഗ്രൈൻ മാറിപ്പോകും. നിന്നെ അലട്ടുന്ന രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറും. നിന്റെ കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകും. യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വിട്ടുകൊടുക്കണം. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് സമയത്തിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം, ക്രമീകരിക്കണം. ക്രമീകരണം നടക്കണം. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. വീണ്ടും പറയാം, ചില പ്രശ്നങ്ങൾക്ക് മുഖാന്തരമായി കിടക്കുന്നത് ചില വ്യക്തികളോട് നിങ്ങൾ പോരാടുന്നത് കൊണ്ടാണ്. ഇന്ന് ആ പോരാട്ടം നിർത്തണം. നമുക്ക് പോരാട്ടം മനുഷ്യരോടില്ല. നമുക്ക് പോരാട്ടം അമ്മാച്ചനോടും അമ്മായിപ്പനോടും അമ്മായിമ്മയോടും ഇല്ലെന്ന്. നീ പോരാടുന്നുണ്ടെങ്കിൽ നിന്റെ വഴി അടയപ്പെടും. ദൈവം ഇറങ്ങി വരണോ, കാര്യങ്ങൾ ക്രമീകരിക്കണം. വെറുതെ കിടന്ന് കൈകൊട്ടി ഞാൻ തുള്ളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. ആരോടെങ്കിലും എന്തിനുണ്ടോ, ഇന്ന് പകൽക്കാലം ഉച്ച കഴിഞ്ഞ് പോയി നേരിട്ട് കണ്ട് പറയേണ്ട കാര്യം നേരിട്ട് പറയണം. അച്ഛാ, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചു, ക്ഷമിക്കണം എന്ന് പറയണം. ഇല്ല, അടുത്തില്ലെങ്കിൽ ഫോണിൽ വിളിക്കണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ ഇന്ന് ഓപ്പൺ ആവും. 1000 പ്രാവശ്യം നിങ്ങൾ ഉപവസിച്ചിട്ട് നടക്കാത്ത കാര്യം ഇന്ന് അത് ഓപ്പൺ ആവും. സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ശിഷ്യന്മാരിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവർ കാത്തിരുന്നു. അവരാദ്യം ഡിസൈഡ് ചെയ്തില്ല, 10 ദിവസം കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചില്ല. അവർ ഇരുന്ന് 10 ദിവസമായി. 10ാം ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നു. ഞാനൊന്ന് വായിക്കാം. അത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് പറഞ്ഞു പോയ കാര്യമാണ്, പക്ഷെ ഇത് നടക്കണേ ഭയങ്കര പ്രോസസ്സിങ്ങാണ്. എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഇന്ന് ദൈവപ്രവൃത്തികൾ നടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇതാ കാര്യം. എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടത്തില്ല.
കൂടിയാൽ തന്നെയും അതിൻ്റെ അകത്ത് മനസ്സ് സെപ്പറേഷനാണ്. പാലക്ക വിരിഞ്ഞ പോലെ ഇരിക്കുന്നത്. സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്, കാര്യമില്ല, ശരിയാ. നിങ്ങളെ കാണുന്ന എല്ലാം നാച്ചുറൽ ലൈഫാണ്. യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ അത് സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് മാറും. നിങ്ങളുടെ സഭയ്ക്കകത്ത് കൈ കൊട്ടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, വചനം കേൾക്കുന്നൊരു കാര്യമില്ല, ശരിയല്ലേ? കത്തോലിക്ക പള്ളിയിൽ ഇതുണ്ട്, വർത്തമ പള്ളിയിലും ഇതുണ്ട്. എന്തോ വ്യത്യാസം? കരിസ്മ മീറ്റിങ്ങുകളിലും ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ധ്യാന കേന്ദ്രങ്ങൾ, അവിടെയും ഇതുണ്ട്. അത് തന്നെയല്ലേ നമ്മുടെ സഭയിൽ നടക്കുന്നത്. എന്തെങ്കിലും സെപ്പറേറ്റ് പറയാനുണ്ടോ? എന്തെങ്കിലും? സ്തോത്രം. സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് നമ്മൾ മാറും, സഭകൾ മാറും. അങ്ങനാണ് ദൈവസഭ വളർന്നത്. പിതാക്കന്മാരുടെ കാലത്ത്, ഈ ശിഷ്യന്മാരുടെ കാലത്തൊക്കെ നോക്കിക്കേ, സൂപ്പർ നാച്ചുറൽ ലെവലാണെന്ന് പറഞ്ഞാൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം. എങ്കിലേ സഭ വളരത്തുള്ളൂ, ജനം വിടുവിക്കപ്പെടത്തുള്ളൂ. സ്തോത്രം. ഇവർ ഒന്നിച്ച് ഒരുമിച്ച് കൂടുക എന്ന് പറയുന്ന ഒരു അസാധാരണമായ പ്രവൃത്തി തന്നെയാണ്. ഇവരെല്ലാം പാലക്ക വിരിഞ്ഞ പോലെ ഇരുന്നവരാ. ഒരാൾ ചോദിച്ചു, യേശുവിൻ്റെ വലത്ത് എനിക്കിരിക്കണം, ഇടത്തിരിക്കണം. ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് ചോദിച്ചു. ചില ആൾക്കാർ ഇതൊന്നും അവരെ ഒക്കുന്നില്ല. കാര്യമെല്ലാം ശരി, യേശു കൂടെ ഉണ്ടെങ്കിലും ഇവരുടെ മാനസികമായ ഒരു അടുപ്പമില്ലായിരുന്നു. പക്ഷെ ഇവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊരുമിച്ച് ഒരു മനസ്സോടെ എഴുന്നേറ്റ് നിൽക്കുന്നവരായി മാറി. സ്തോത്രം. അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അവിടെ അത് പറഞ്ഞിരിക്കുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരും മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. സ്തോത്രം. ഒന്നാമത്തെ നിറവ് അവിടെ ഇറങ്ങി വരിക, പരിശുദ്ധാത്മാവിന് ഫുൾഫിൽനെസ്, നിറവ്. അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. എൻ്റെ മെയിൻ വിഷയത്തിലേക്ക് ഞാൻ വരിക. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ നിറവുകൾ. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ നിറവുകൾ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കണം. പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്തുവാ? നമ്മൾ എന്തുവാ പരിശുദ്ധാത്മാവിൽ എക്സ്പീരിയൻസ് ഉള്ളത്? നമുക്കുള്ള എക്സ്പീരിയൻസ് ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു പാട്ട് പാടും, ആ പാട്ടിൻ്റെ അവസാനത്തെ ലൈൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പാടും, കൈയൊക്കെ ഒന്ന് കൊട്ടും, അന്യഭാഷ പറയും, ഒരു ചെറിയ പെരുപ്പ്, ചെറിയൊരു പെരുപ്പ്, ഒരു ശക്തി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. പിന്നെ വെള്ളിയാഴ്ച വരും, ഇതേപോലെ പാട്ട് പാടും, ഒരു ചെറിയ പെരുപ്പ്. ഞായറാഴ്ച വരും, ഇതാ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? ഇവിടെ ഇരിക്കുന്നവർ മാത്രം, ലോകരാജ്യങ്ങളിൽ ഞാൻ ചോദിക്കുക, ശരിയല്ലേ ഇത്? പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്തുവാ? അന്യഭാഷ പറയുക, കൈ കൊട്ടുക, സ്തോത്രം പറയുക, വീട്ടിൽ പോവുക. നല്ല കാര്യമാണ്, അത് വേണം. പക്ഷെ അത് മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തു വസിക്കുന്ന ദൈവം, അത്യന്ത ശക്തി, 24 hours നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. നിങ്ങൾക്ക് ഈ കാര്യം എത്ര പേർക്കറിയാം? 24 മണിക്കൂർ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവിന് പകരം നമ്മുടെ കൂടെ ഇരിക്കുന്നത് വേറെ ചിലതാ. ചില ആൾക്കാരിൽ നല്ല നല്ല കാര്യങ്ങൾ കൂടിയിരിപ്പുണ്ട്. ചില ആൾക്കാർമാർ പാസ്റ്റർമാരാണ് കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞ്? എന്ത് വിഷയം ഉണ്ടെങ്കിലും ഉടൻ നമ്പർ എടുത്ത് വിളിക്കും. എനിക്കൊരു ദിവസം കുറഞ്ഞ ഒരു 10-25 കോൾ വരും. വരുന്ന കോളൊക്കെ മിക്ക ദിവസം വരുന്ന സെയിം കോളുകൾ തന്നെയാണ്. ഞാനിങ്ങനെ ഓരോ ദിവസവും കോള് കുറച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? സെൽഫായിട്ട് അവരൊന്ന് ശക്തി പ്രാപിക്കട്ടെ. നമ്മളും അങ്ങനല്ലേ? എനിക്കറിയാം, ഈ യോഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ പാസ്റ്റർ നമ്പറും തരണേ. എന്തിനെന്നറിയാമോ? എല്ലാ ദിവസവും വിളിച്ചിട്ട് സംസാരിക്കാനാ. നമ്മുടെ കൂടെ ഇരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ദൈവദാസന്മാർ നിങ്ങൾക്ക് വചനം പറഞ്ഞു തരും, വചനം നിങ്ങളെ ഉറപ്പിക്കും. പക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. യേശു കർത്താവ് ഇങ്ങനെ പടകിൽ ഇവർ ശിഷ്യന്മാരുമായിട്ട് പോകുന്ന സമയം ഭയങ്കരമായിട്ട് തിരമാലകളും ഒക്കെ അടിച്ച് കാറ്റും ഒക്കെ അടിച്ച് വള്ളം മുങ്ങാൻ പോവുക.
യേശു തലയണ വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുക. ഞാൻ തലയണ വെച്ച് ഉറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഒരു സഭയിൽ എന്നോട് ഒരു കുഞ്ഞ് ചോദിച്ചു, അങ്കളെ തലയണ ഏതാ, നമ്മുടെ സാധാരണ തലയണയാണോ വേറെ എന്തെങ്കിലും തലയണ? എന്നോട് ഉടനെ ആ കുഞ്ഞ് ചോദിച്ചു. അവൾ ചിന്തിക്കുന്ന ആളാ. സ്തോത്രം. യേശു തലയണ വെച്ച് ഉറങ്ങുകയാണ്. ക്ഷീണം കാണാം, ക്ഷീണമുണ്ട്, ഉറക്കം വളരെ കുറവാണ് യേശുവിന്. അങ്ങനെ ഉറങ്ങുന്ന സമയം ഈ കാറ്റും തിരമാലയും അടിച്ചങ്ങോട്ട് കയറിയപ്പോൾ വെള്ളത്തിനകത്ത് പേടിയില്ലാത്ത പത്രോസും യോഹന്നാനും, എന്ന് പറഞ്ഞാൽ ഞാൻ മുക്കോമാരുടെ റാസൽ കേമ്പിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാ, അവർക്ക് വെള്ളത്തെ പേടിയില്ല. ഏത് ഉൾക്കടലിൽ ഒരു ചാടും, അവർക്കിതൊന്നും ഒരു ഭയമുള്ള കാര്യമല്ല. എന്നാൽ ഈ പത്രോസും യോഹന്നാനും പേടിക്കത്തക്ക രീതിയിൽ തിരമാല അടിച്ചു പൊങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം അത്ര കഠിനമായിരുന്നത്. അടിച്ചു പൊങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ ദേഹത്തും വെള്ളം വീഴുന്നുണ്ട്. പക്ഷെ യേശു എന്നിട്ട് അവിടെ കിടക്കുക. യേശു എന്നിട്ട് അവിടെ എന്താ കാര്യം? ഉടൻ തന്നെ അവർ പറയുക, ഗുരു നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്കെന്തോ ഒരു വിചാരവുമില്ലേ? ഞങ്ങൾ ചാവാൻ പോവാ. എന്നാൽ നമ്മൾ ചാവൂന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ചാവാൻ പോവാ. സ്തോത്രം. യേശു എഴുന്നേറ്റ് അതിനെ ശാസിച്ചു. എന്നിട്ട് അവരോട് പറയാ, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇവിടെ തിരമാലയും കാറ്റുപാട്ട് എന്തോന്ന് ബന്ധമാണ് ഈ വിശ്വാസത്തിന്? ഏത് മനുഷ്യൻ പേടിക്കത്തില്ലേ? ഭയം ഉണ്ടാകത്തില്ലേ? യേശു അവിടെ ഉറങ്ങി. പക്ഷേ ഈ തിരമാലയും കാറ്റും അടിച്ചു പൊങ്ങിയപ്പോൾ യേശു ഉറക്കം നടിച്ചു. എന്തിനെന്നറിയാമോ? സ്തോത്രം. അവരാത്മാവിൽ ചലിക്കണം, വിശ്വാസത്താൽ ചലിക്കണം. അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അത് നോക്കിക്കിടന്നിട്ട് അവിടെ വിശ്വാസം വർദ്ധിക്കുന്നില്ല, അവർ ചലിക്കുന്നില്ല, അവർ പേടിക്കുക, അവർ ഭയപ്പെടുക. കാര്യം എന്നറിയാമോ? യേശു എഴുന്നിട്ട് പറഞ്ഞു, അവർ അവിശ്വാസം ശാസിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാലും ഈ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങൾ പറഞ്ഞാലും മല മാറിപ്പോകും, നിങ്ങൾ പറഞ്ഞാൽ കാട്ടത്ത് വേരോട് പറഞ്ഞു പോകും, നിങ്ങൾ പറഞ്ഞാൽ മരണം മാറിപ്പോകും, നിങ്ങൾ പറഞ്ഞാൽ നിന്റെ തലമുറ പുറത്തു വരും, നിങ്ങൾ പറഞ്ഞാൽ അന്ധകാര ശക്തികൾ മുട്ടുമടക്കും. ബിക്കോസ് യേശുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അന്ന് പത്രോസിനും യോഹന്നാനും അത് ചെയ്യാൻ കഴിയാഞ്ഞതിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഇവിടെ പറയുന്ന കാര്യം. അവർ പരിശുദ്ധാത്മാവുമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പുറമേ ധരിക്കേണ്ട ശക്തി ധരിച്ചിട്ടില്ല. അവിടെ അവർക്ക് തോൽവി സംഭവിച്ചത്. എന്നാൽ ഈ പത്രോസിനെ യോഹന്നാനൊക്കെ നിങ്ങൾ അപ്പോസ്തലരെ നോക്കിക്കേ, അവർക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? എന്തെങ്കിലും ഭയമുണ്ടോ? എന്താ കാര്യം? ഡിഗ്രി വല്ലതും കൂടുതൽ കിട്ടിയോ? ആത്മാവുമായിട്ട് കണക്റ്റായി, കാര്യസ്ഥൻ ഇറങ്ങി വന്നു, അത്യന്ത ശക്തി വ്യാപരിച്ചു. ഹല്ലേലൂയ. അവർ ന്യായാധിപ സംഘത്തിൽ നിന്നുകൊണ്ട് യേശു മാത്രം രക്ഷകൻ എന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയാനുള്ള ധൈര്യം പത്രോസേ താങ്കൾക്ക് എവിടുന്ന് കിട്ടി? ഇത് ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടുന്നതല്ല. സ്തോത്രം. ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടുന്നതല്ലത്. ഈ അകത്ത് ആത്മാവ് വ്യാപരിക്കുമ്പോൾ 1000 സൈന്യം നിന്റെ നേരെ വരട്ടെ, നീ ചലിക്കത്തില്ല, നിന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ. പരിശുദ്ധാത്മാവൻ അത്യന്ത ശക്തി പത്രോസും യോഹന്നാനും ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവർ ദേശത്തേക്ക് ചെല്ലുമ്പോൾ ജനത്തിന് പേടിയായി മാറി. പണ്ട് അവർക്കായിരുന്നു ഭയം, പണ്ട് അവർക്ക് പേടിയായിരുന്നു. പത്രോസ് അകലം വിട്ട് പിൻവച്ചവനോ, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ പേടിച്ച് മാറി നിന്നവനാ. പക്ഷെ ആ പത്രോസിനെ നിങ്ങൾ നോക്കിക്കേ, ഒരു ഭയവുമില്ല. ബോൾഡ്നസ്, ധൈര്യം എങ്ങനെയാ വരുന്നത്? ഈ പരിശുദ്ധാത്മാവില്ല. അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അന്യഭാഷ പറയാൻ മാത്രമുള്ളതല്ല, വചനം പ്രസംഗിക്കുവാൻ, ധൈര്യത്തോട് വചനം പ്രസംഗിക്കുവാൻ ഈ ആത്മാവിൻ്റെ അത്യന്ത ശക്തി ആവശ്യമാണ്. അവിടെ അതാ എഴുതിയിരിക്കുന്നത്, നിങ്ങളിൽ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയാകും. ആരുടെ സാക്ഷിയാകും? യേശുവിൻ്റെ സാക്ഷിയായി തീരും. യേശുവിൻ്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് അതിർവരമ്പുകളില്ല, ജാതികളില്ല, വർണ്ണങ്ങളില്ല. ലോകത്തെവിടെ അയച്ചാലും യേശുവിൻ്റെ സുവിശേഷം മുഖം നോക്കാതെ വിളിച്ചു പറയണം, യേശു ജീവിക്കുന്ന ദൈവമാ, യേശു അല്ലാതെ രക്ഷയില്ല, രക്ഷകനില്ല. ഞങ്ങൾ തെരുക്കോളിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോഴേ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, സുഹൃത്തെ നിങ്ങളുടെ പ്രസംഗമൊക്കെ ഞങ്ങൾക്കറിയാം,
യേശു ഭയങ്കര രക്ഷകനാന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കാൻ പോന്നേ. അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. 3 ആണി പറിച്ചു വരാൻ പറ്റാത്ത യേശു രക്ഷകനാണ്. രണ്ടാമത്തെ ചോദ്യം, വിശക്കുന്ന കരയുന്ന യേശു, ഉറക്കം വരുന്ന യേശു. ദൈവം ഉറങ്ങുമോ? ദൈവത്തിന് വിശക്കുമോ? അത് പ്രസംഗിച്ചിട്ട് മതി നിങ്ങളുടെ ബാക്കി കാര്യമൊക്കെ. ദൈവമക്കളെ, നമ്മുടെ യേശു ആരാ? സ്തോത്രം. നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നില്ലേ? ഞാൻ ക്രിസ്ത്യാനിയാന്ന് ഊറ്റം കൊള്ളുന്നില്ലേ? നാളെ ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? യേശു ആരാ? 2000 വർഷം മുമ്പേ ഉണ്ടായതാണോ യേശു ദൈവം? ചിലരുടെ തെറ്റിദ്ധാരണ 2000 വർഷം മുമ്പെയാണ് യേശു ഉണ്ടായത്, 2000 വർഷം മുമ്പെയാണ് ദൈവം ഉണ്ടായെന്ന. 2000 വർഷം മുമ്പേ അല്ല ദൈവം ഉണ്ടായത്, 6000 വർഷം മുമ്പേ അല്ല ദൈവം ഉണ്ടായത്. ആദിയിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് പ്രപഞ്ചത്തിന്റെ ആദിയാ, ദൈവത്തിന്റെ ആദിയല്ല. ദൈവം അനാദിയാണ്. ദൈവത്തിന് സമയമില്ല, ദൈവത്തിന് കാലഘട്ടമില്ല, ആദ്യവും അവസാനവും ഇല്ലാത്തവൻ. ആ ദൈവമാണ് യേശു, സർവശക്തനായ ദൈവം. പിന്നെ എന്ത് യേശുവായി മാറി? ഈ ലോകത്തിലേക്ക് പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യനെ വിടുവിക്കാൻ യേശു മനുഷ്യവേഷമെടുത്ത് സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് യേശു ക്രിസ്തു. അല്ലാതെ അന്നല്ല ദൈവം ഉണ്ടായത്. മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ മഹാദൗത്യമാണ് നമ്മളവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആത്മാവിൽ ചലിച്ച്, ആത്മാവിൻ്റെ പ്രവൃത്തികളെ കാണിച്ച്, ആത്മാവിൽ അത്ഭുതങ്ങൾ ചെയ്ത് സകല മനുഷ്യൻ്റെയും പാപം ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇവിടെ നിന്ന് യേശുവിനെ ആരാധിക്കുന്നു. പാപത്തിന് മോചനം ലഭിച്ചു, വീണ്ടെടുപ്പ് ലഭിച്ചു. ഇനിയേലും മടിക്കരുത് പറയാൻ, ഞങ്ങളുടെ യേശു സർവശക്തനായ ദൈവമാ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി പ്രാപിച്ചേ മതിയാവും. സ്തോത്രം. അതായത് ഓപ്ഷൻ ഇല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ദീർഘമാണ്. ഒന്ന്, ക്രമീകരിക്കണം. ആഗ്രഹത്തോട് വാഞ്ചോട് നിലവിളിക്കണം. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെന്ന് വരും, കാത്തിരിക്കേണ്ടി വരും. ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സമായി നിൽക്കും, അതൊക്കെ ക്രമീകരിക്കേണ്ടി വരും. ക്രമീകരിച്ചതിന് ശേഷം ദൈവസ്ഥനെ ഇരിക്കുമ്പോൾ ഈ അത്യന്ത ശക്തി ഇറങ്ങി വരും. സ്തോത്രം. ഈ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾ അന്ന് വരെ ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളെല്ലാം മാറിപ്പോകാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ വിചാരങ്ങൾ മാറും. അതുവരെ നിങ്ങൾ ഭൂമിയിലുള്ള ചിന്തിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ സ്വർഗത്തിലുള്ള ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ മാറ്റിക്കളയും. സ്തോത്രം. ഞാൻ എഫേസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരിക. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞാൽ ഈ നിറവെന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിയോഗം നൽകിത്തരും. നിറവ് വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു പ്രാവശ്യം പ്രാപിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല. ഓരോ ദിവസം ചെല്ലും തോറും പരിശുദ്ധാത്മാവ് നമ്മളിൽ കൺട്രോൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു നിങ്ങളോട് ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പം സിറിയയിൽ പ്രശ്നം ഉണ്ടായപ്പം തന്നെ ചാടിക്കേറി ആ മലയെ പിടിച്ചു. ഇപ്പം മല അവരുടെയായി. അങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ പെതുക്കെ കയറി മറ്റ് രാജ്യം വീക്കാകുമ്പോൾ അവരുടെ ടെറിട്ടറികൾ പിടിച്ചെടുക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജഡത്തിൻ്റെ പാപം നമ്മൾ ഓരോ ദിവസം മരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യന് വിശുദ്ധനായി തീരാൻ പറ്റത്തില്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ കോപം, അസൂയ, പിണക്ക, ജാരശങ്ക ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇതൊക്കെ നമ്മളിൽ ആക്റ്റീവായി നിൽക്കുക. ഇത് ഓരോ ദിവസം വചനം കേൾക്കുമ്പോൾ ഇതിനുള്ള റൂട്ട് കട്ടാവും. എങ്ങനെ കട്ടാവെന്ന് അറിയാമോ? നിങ്ങൾ പറയുക, കർത്താവേ, ഇപ്പോൾ നിങ്ങൾ കേൾച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുക, കർത്താവേ, എനിക്ക് ഭയങ്കര കോപമാണല്ലോ കർത്താവേ, എനിക്ക് കോപത്തിൽ നിന്നൊരു വിടുതൽ വേണം, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുക അപ്പാ, എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ കോപത്തിൻ്റെ റൂട്ട് കത്താൻ തുടങ്ങും. റൂട്ട് കത്തി എന്താ സംഭവിക്കുന്നത്? വൃക്ഷം ഉണങ്ങും. മരത്തിൻ്റെ വേര് കത്തിയ വൃക്ഷം ഉണങ്ങുമോ?
ഉണങ്ങും എന്ന് പറഞ്ഞ പോലെ ഇന്നലെ വരെ നിങ്ങളിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന കോപത്തിൻ്റെ റൂട്ട് ദൈവം കത്തിച്ചാൽ അത് ഉണങ്ങാൻ തുടങ്ങും. ഒറ്റ ദിവസം കൊണ്ട് ഒരു മരം ഉണങ്ങത്തില്ല. ഉണങ്ങുമോ? ഉണങ്ങത്തില്ല. നിങ്ങൾ പറ, ഉണങ്ങുമോ? ഉണങ്ങത്തില്ല. അങ്ങനെയാണെങ്കിൽ കോപം അല്ലെങ്കിൽ മറ്റ് ദുഷിച്ച സ്വഭാവങ്ങൾ നിങ്ങളിൽ ഇങ്ങനെ ആധിപത്യം പ്രാപിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുന്ന നിമിഷം തന്നെ ആ വേരിനെ കർത്താവ് കത്തിക്കും. അതെപ്പോഴും ഓർക്കണം, ദൈവം ആരെയും പിടിച്ചു വെച്ച് കത്തിക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ചോയ്സാണ് ഇത്. നമ്മളെ ഒന്നും പിടിച്ച് കെട്ടിയിട്ടൊന്നും ദൈവം ചെയ്യത്തില്ല. നമ്മൾ ദൈവത്തോട് പറയാ, കർത്താവേ, എൻ്റെ ആ കോപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. എനിക്ക് ദുഷിച്ച ചില സ്വഭാവങ്ങളുണ്ട്, ചില മദ്യപാനാസക്തിയുണ്ട്, എനിക്ക് പുറത്തു വരണം എന്ന് ദൈവത്തോട് പറയുമ്പോൾ അതിൻ്റെ റൂട്ടിനെ കർത്താവ് കരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മരം ഉണങ്ങും. ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കും. ആ കൺട്രോള് ഏറ്റെടുക്കും. ഓരോ ദിവസം ചെല്ലും തോറും ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദേഹിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. ചിന്താമണ്ഡലത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. നമ്മുടെ വിചാരങ്ങളുടെ കൺട്രോൾ എടുക്കാൻ തുടങ്ങും. നമ്മുടെ ഡിസിഷൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. അതിനുശേഷം ജഡത്തിലേക്ക് കയറി പിടിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കോപിച്ചുകൊണ്ടിരുന്നവൻ കോപം കുറയാൻ തുടങ്ങും. ഇന്നലെ വരെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നവൻ കള്ളം കുറയാൻ തുടങ്ങും. ഓരോ ദിവസം ചെല്ലും തോറും നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് ചെല്ലും. അങ്ങനെ കൺട്രോളിൽ എത്തി 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 ക്രിസ്തുവേശുവിൻ്റെ ഭാവം, മനസ്സ്, അതിലേക്ക് നമ്മൾ എത്തും. അതാണ് ആത്മപൂർണൻ, പരിശുദ്ധാത്മപൂർണൻ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ദേഹി, ആത്മാവ് മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ എത്തുന്നൊരു മനുഷ്യനാണ് ആത്മപൂർണ്ണൻ എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് കുപ്പിക്കകത്ത് വെള്ളം നിറയുന്ന പോലെ പരിപാടി അല്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ദേഹി, ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ കവർച്ച ചെയ്തെടുക്കുക. നമ്മൾ ദൈവസന്നിധി പറയുന്ന നിമിഷം നമുക്ക് ജയിക്കാൻ പറ്റാത്ത വിഷയം നമ്മൾ പറയുമ്പോൾ ദൈവാത്മാവ് അതിൻ്റെ റൂട്ട് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുത്ത് ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവമുള്ളവരായി വരും. അതൊരു ആത്മീയനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു മനുഷ്യൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആത്മീയനായ വ്യക്തിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ ചൂണ്ടിക്കാണിക്കാം, എടുക്കാൻ പോകുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ നോക്കിക്കേ, അദ്ദേഹം ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് അദ്ദേഹത്തെ തൊട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവ് പറയുന്നു, ഞാൻ അവനെ തെരഞ്ഞെടുത്തൊരു പാത്രമാ എന്ന് പറഞ്ഞ് അവന് ചിലതുണ്ടായിരുന്നു. അതിനൊക്കെ MG ആക്കിയിട്ട് ദൈവം തെരഞ്ഞെടുത്തു. ഭയങ്കര തീവ്രവാദിയായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ആദ്യമൊക്കെ പൗലോസിന് ഇച്ചിരി അഹംഭാവം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ആരെന്നറിയാവോ? അർത്ഥം കുറഞ്ഞവനൊന്നും അല്ല. നമ്മളും ഇങ്ങനെയൊക്കെ പറയുന്ന ആളല്ലേ, ഞാൻ ഇന്നടത്തെ ഇന്നാടെ മോനാ അറിയാവോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരു ഭാവം നമ്മളിലുണ്ട്. നടക്കത്തില്ല. അത് നിൽക്കത്തോളം കാലം ക്രിസ്തു നമ്മളിൽ വളരത്തില്ല. ഈ ഞാൻ എന്ന സംഭവം ഇല്ലാതാകണം. അതാ പറഞ്ഞ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ. അയ്യോ, വായിക്കാൻ എന്ത് എളുപ്പമെന്നറിയോ, പറയാനും എളുപ്പമാണ്. ഈ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയാൻ എന്താ സംഭവം നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ സെൽഫിനെ ഡിനൈൻ ചെയ്യാന്നാ. പറ്റുമോ അത്? എൻ്റെ അച്ഛാ, പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ എന്നെ താഴ്ത്തുന്നു കർത്താവേ, പൊടിയോളം താഴ്ത്തുന്നു ഒക്കെ നമ്മൾ പറയും. ആ പൊടിയോളം താഴ്ത്തിയ വ്യക്തിയെ ഞാനാ താഴ്ത്തിയെന്ന് വിചാരിച്ചു. ഞാനാ പറഞ്ഞ് പൊടിയോളം താഴ്ത്തുന്നു. ഞാൻ എഴുന്നേറ്റ് വരുമ്പം എന്നോട് ചാക്കോ പാസ്റ്റർ പറയാണ്, പാസ്റ്ററെ എന്തോ പ്രസംഗം, ഇതൊക്കെയാണ് പ്രസംഗം, ആദ്യം നിങ്ങൾ പോയി വല്ല പ്രസംഗം പഠിക്കും എന്ന് പറഞ്ഞാൽ ഈ പൊടിയോളം താഴ്ത്തി ഞാനുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് മുണ്ട് മടക്കി കുത്തും. നിങ്ങളാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിക്കല്ലേ കേട്ടോ എന്ന് ഞാൻ പറയും. കണ്ടോ, ഇതാ സെൽഫ്. നമ്മുടെ സെൽഫിനെ തൊട്ടാൽ നമ്മൾ ഇളകും. എത്ര വലിയ വിശുദ്ധനാണ് ഇളകും. പക്ഷെ യേശു ഇളകത്തില്ല. യേശുവിൻ്റെ മനസ്സോളം ഇളകത്തില്ല. യേശു ഇളകിയോ? ആ കാൽവരി ക്രൂശോടെ നോക്കിക്കേ. പിശാച് ഒത്തിരി നോക്കി ഇളക്കാൻ നടന്നില്ല. അവസാനത്തെ ഒരു ചോദ്യം കൊണ്ട് വന്നിരിക്കുക. എന്താ ചോദ്യം അറിയാമോ? നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ക്രൂശെന്ന് ഇറങ്ങി വാ. വെറുതെ ഒന്നും വരണ്ട. ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും, യഹൂദ മതം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ നിന്റെ മുന്നേ മുട്ടുമടക്കും. ഇറങ്ങി വാ. ഈസി അല്ലായിരുന്നോ കാര്യം?
ഈ കുരിശീകരണത്തിൻ്റെ വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ അച്ഛാ? ഒരു കാര്യമില്ല. പക്ഷേ യേശു ഇറങ്ങി വന്നില്ല. യേശുവിനോട് ചോദ്യം എന്താ ചോദിക്കുക അറിയാവോ? പ്രതൃത്വം ചോദ്യം ചെയ്തു. പ്രതൃത്വം ചോദ്യം ചെയ്തു. നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ വീടിന് മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക, എൻ്റെ പപ്പായുടെ പേര് പാസ്റ്റർ ജേക്കബ് സാമുവൽ എന്ന ഒരു മദ്യപാനിയ ഒരു മനുഷ്യൻ വീടിൻ്റെ പുറത്ത് വന്ന് വെല്ലുവിളിക്കുക, എടാ നീ പാസ്റ്റർ ജേക്കബ് സാമുവലിന്റെ മകനാണ്, ഇറങ്ങി പുറത്തു വാടാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? എത്ര വലിയ ഉപദേശിയാണെങ്കിലും ഞാൻ അവൻ്റെ അടുക്ക പോത്തില്ല. പക്ഷേ ആ സിറ്റൗട്ടി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, എടാ ഓടാ പോ. അത്രയിലും പറയും. എന്നാന്നറിയാമോ? ഞാൻ ജേക്കബ് സാമുവലിന്റെ മകനായോണ്ട്. നമ്മുടെ സെൽഫ് നമ്മളെ കുത്തിയുണ്ടല്ലോ, നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും. യേശുവിനെ മരിച്ചതിന് ശേഷം ഇതുവഴി ഒറ്റ കുത്തുകുത്തി ഹൃദയത്തിൽ വന്നു മോന. അതിനേക്കാളും വലിയ വേദനയുള്ള കുത്ത് ആദ്യ കുത്തിയത്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ക്രൂശിൽ നിറങ്ങി വാ. ദൈവത്തെ തള്ളിക്കളഞ്ഞ് നീ വെറും മനുഷ്യനാടാ, അതുകൊണ്ടാ നിന്നെ ഞങ്ങൾ ക്രൂശിച്ചേ എന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി അവർ പബ്ലിക് ചോദിക്കുക, നീ ദൈവത്തിന്റെ പുത്രനാണ്, ഇറങ്ങി വാ. യേശു ഇറങ്ങി വന്നില്ല. സ്തോത്രം. നമ്മളെ കുത്തുവിധ പോലെ കുത്താൻ കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയാറില്ലേ, ഓ എൻ്റെ പാസ്റ്ററെ എനിക്കറിയത്തില്ല, എനിക്ക് വീട്ടിലോട്ട് ചെല്ലണമെന്നില്ല. ഓയോ എന്നാ കുത്താന്നറിയാമോ? അമ്മ ഒരു വഴിക്കൂടെ, അമ്മായിമ്മ ഒരു വഴിക്കൂടെ, മരുമോള് ഒരു വഴിക്കൂടെ, സഭക്കാർ വേറെ വഴിക്ക്. എന്നെ കുത്തി ഒരു പനഞ്ഞ കുറ്റം പറയാനേ ഉള്ളൂ പാസ്റ്ററേ സമയം. എന്താ കാര്യം എന്നറിയാമോ? യേശുവിൻ്റെ മനസ്സാകാൻ വേണ്ടി ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കുക. നീ മിണ്ടരുത്, നിനക്ക് വേണ്ടി ദൈവം മിണ്ടും. നീ മിണ്ടരുത്, ദൈവം നിനക്ക് വേണ്ടി മിണ്ടും. നീ പ്രവർത്തിക്കണ്ട, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ പോരാടണ്ട, പരിശുദ്ധാത്മാവ് പോരാടും. നിന്നെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിനക്ക് വേണ്ടി പോരാടും. സ്തോത്രം. വാക്യത്തിലേക്ക് വന്ന് നിർത്താൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 5:18 ഞാൻ വായിച്ച്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിനെ കാണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. എന്ന് പറഞ്ഞാൽ 4 പെഗ് കുടിച്ചാൽ രാവിലെ ഒരു കുഴപ്പമില്ലാതെ പണിക്ക് പോയ മനുഷ്യൻ. ഞാനതിന് എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. ഒരു ഓമനക്കുട്ടനും സരിത ചേച്ചി, ഇവർ രണ്ടുപേരും വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബമാണ്. ഈ ഓമനക്കുട്ടൻ രാവിലെ ജോലിക്ക് പോകും. സരിതയോട് ചോദിക്കും, എടീ വൈകിട്ട് വരുമ്പോൾ എന്തോ വേണം, കപ്പയോ വല്ലതും വേണോ? ആ 1 കിലോ കപ്പ മേടിച്ചോണ്ട് പോരച്ചാ. ചേട്ടാ മത്തി കിട്ടുവാണെ മേടിച്ചോ. ആ ഓക്കെ. വളരെ സന്തോഷത്തോടെ രാവിലെ, ആ നീ എന്തോ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഒരു മുട്ടയൊക്കെ വാട്ടി കുടിക്കുക എന്നൊക്കെ ഭാര്യയോട് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ദേഹത്തൊക്കെ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, മോനെ സ്കൂളിൽ പോകാൻ റെഡിയാകടാ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ മനുഷ്യൻ ജോലിക്ക് പോകും. ജോലിക്ക് പോയി തിരിച്ചു വരുന്നു, 1000 രൂപ കിട്ടി. 800 രൂപയ്ക്ക് ചാരായം കുടിക്കും. സൈക്കിളിലാണ് പോന്നേ. അങ്ങോട്ട് സൈക്കിൾ ചവിട്ടിയാ പോയെ. ഇങ്ങോട്ട് അദ്ദേഹം വരുന്നത് എങ്ങനെ അറിയാമോ? ഈ ക്യാമറയുടെ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഈ സൈക്കിൾ ഉണ്ടല്ലോ, ഒരു വഴിക്ക് പോകും, അദ്ദേഹം വേറെ വഴിക്ക് വരും. റോഡ് വീതി കൂട്ടി ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സൈക്കിൾ ചവിട്ടി പോയവൻ തിരിച്ചു വരുന്നത് അവൻ റോഡിന് വീതി കൂട്ടിയാ. സ്തോത്രം. ആ വീതി കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട്, എടീ സരിതേ ഇങ്ങോട്ട് ഇറങ്ങി വാടി. സരിത ഇറങ്ങി വന്നു, മുടുക്കൂത്തിന് പിടിച്ച് 2-3 ഇടി, പിള്ളേരെ 2 തട്ട. ചേട്ടാ കപ്പ പോയി പണി നോക്കണി, ഇവിടെ കപ്പയൊന്നുമില്ല, വീട്ടിൽ പട്ടിണിയാ. ഈ പുള്ളി എന്തേലും കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാ ഇരിക്കുന്നേ, ഒന്നുമില്ല. പുള്ളി ഷാപ്പിൽ നിന്ന് എന്തൊക്കെ കഴിച്ചു, പുള്ളി കിടന്നുറങ്ങി. ഈ ഭാര്യയും കുഞ്ഞുങ്ങളും പട്ടിണിയാ. അയൽപക്കത്തൊന്നും വല്ലതും കൊടുത്തായിരിക്കും അവർ കഴിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ മനുഷ്യൻ എഴുന്നേറ്റു, ആ സരിതേ ഞാൻ ജോലിക്ക് പോവാ, എന്തേലും വേണോ വൈകിട്ടത്തേക്ക്? പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇതാ. രാവിലെ നല്ല ക്ലിയറാ, പക്ഷെ വൈകിട്ട് വളരെ മോശമാണ്. എന്താ കാര്യം എന്നറിയാമോ? അദ്ദേഹം കുടിക്കുന്ന 4 ഗ്ലാസ് മദ്യം അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ നടപ്പിനെ കൺട്രോൾ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തെ കൺട്രോൾ ചെയ്യുന്നു. ആരാ? 4 ഗ്ലാസ് മദ്യം. 4 ഗ്ലാസ് മദ്യത്തിന് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
ഈ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിന് നിന്റെ നടപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ വിചാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? നിന്റെ ശുശ്രൂഷയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? ഈ പരിശുദ്ധാത്മാവിന് അത്യന്ത ശക്തി എന്തെന്ന് മനസ്സിലാക്കിക്കേ. ഇത് വെറും 220 വോൾട്ടേജ് കറണ്ട് അല്ല. നമ്മുടെ ചില ചിന്തകളൊക്കെ ഉണ്ട്, ഞാനതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പരിശുദ്ധാത്മാവിന് നിങ്ങൾ ഫ്രെയിം ചെയ്ത് മത്സരിക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ആത്മാവല്ല പരിശുദ്ധാത്മാവ്. അത്യന്ത ശക്തിയാ പരിശുദ്ധാത്മാവ്. ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആത്മാവ് എന്തൊക്കെ ചെയ്യുമെന്ന്. സ്തോത്രം. ഈ ആത്മാവിനൊക്കെ കുറ്റം പറഞ്ഞു നടന്ന ആളാ ഞാൻ. പരിശുദ്ധാത്മാവ് ഭൂതമാണെന്നും ദൈവം എന്നൊരു ശക്തിയില്ലെന്നും പിതാക്കന്മാരൊക്കെ വട്ടന്മാരോ എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. പക്ഷേ ആ ദൈവം പ്രൂഫ് ചെയ്ത് കാണിച്ചു പരിശുദ്ധാത്മാവ് എന്താണെന്നും ആത്മാവിന്റെ ശക്തി എന്താണെന്നും യേശു ക്രിസ്തു ആരെന്നും പ്രൂഫ് ചെയ്ത് കാണിച്ചുകൊണ്ടാ ഇത്ര ശക്തിയോട് പ്രസംഗിക്കരുത്. പരിശുദ്ധാത്മാവിനെ കളിക്കരുത്. പരിശുദ്ധാത്മാവിനെ ബ്ലെയിം ചെയ്യരുത്. നീ നിന്റെ കുടുംബം കെട്ടപ്പെടും. സ്തോത്രം. അവരാ ഒരു കൊല്ലിയാ മിന്നിയാൽ എന്തൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു കൊല്ലിയ മിന്നിയാൽ എന്തൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വെറും ദൈവത്തിൻ്റെ സൃഷ്ടി അതൊക്കെ. അതൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കരിഞ്ഞു പോകുന്നോ, വീട് കരിഞ്ഞു പോകുമോ, തെങ്ങ് കരിയുമെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. നമ്മൾ വേറെ പൊട്ടന്മാരായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ വീട്ടിലെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പലതും ചെയ്തുകൊണ്ടിരിക്കുക. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഓടിമറയും. മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന അമ്മച്ചിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ കരച്ചിലിന് ഇന്നോ പകൽക്കാലം മറുപടിയാ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, അമ്മച്ചി മൂന്നാമതിരിക്കുന്ന അമ്മച്ചി എഴുന്നേറ്റ് അമ്മച്ചി മൂന്നാമത് നിൽക്കുന്നത് അത് തന്നെ എഴുന്നേറ്റ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുക, നിന്റെ കരച്ചിലിന് മറുപടിയാ. അവിടെ നിന്നു കരച്ചിലിന് മറുപടിയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. നീ തലമുറയെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവം പറയുന്നു, നിന്റെ കരച്ചിൽ ഞാൻ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് പകൽ നീ മടങ്ങി ചെല്ലുമ്പോൾ അത്ഭുതങ്ങൾ നീ കാണാൻ പോവുക. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തെ വ്യാപരിക്കട്ടെ. നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ. ആ അമ്മ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ചില സഹോദരിമാർ ദൈവത്തിന്റെ ആത്മാ പറയുക, നിന്നെ പല ഡോക്ടർമാരെ കണ്ടു, പല മരുന്നുകൾ മാറിക്കഴിച്ചു, പക്ഷെ രോഗം മാറുന്നില്ല. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്നെ തൊടുക കേട്ടോ. നിന്നെ ശുദ്ധീകരിക്കുക. യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആക്ടിവിറ്റീസ് ഇറങ്ങിപ്പോകുക. യേശുവിന്റെ ഭവനമായി മാറുക. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സാന്നിധ്യം വീട്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭവനത്തെ അലട്ടുന്ന അന്ധകാര ശക്തികൾ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക. പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അവിടുത്തെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ആത്മഹത്യകൾ മാറിപ്പോകട്ടെ. കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ജനത്തെ കൺട്രോൾ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് സഭകളെ കൺട്രോൾ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് ദേശത്തെ ഇറങ്ങട്ടപ്പാ. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. അവിടുത്തെ നാമം സകലത്തിന് മഹത്വപ്പെടട്ടെ. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. താങ്ക് യു.